സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. நான் போடும் கையெடுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெடுத்து, காதல் தான் கண்ணெடுத்து அன்பே. மயிலிரே மயிலிரே வருடுகிறாய் மெல்ல, மழை நிலவே விழியில் எல்லாம் உன்னுலா. എൻ്റെ ഫോൺ ഇവിടെ വെച്ച് ആ അച്ഛാ, എല്ലാം ഇവിടെ ഉണ്ടോ അതോ 4 വഴിക്കായിട്ട് ഇറങ്ങി പോയോ? ഈ നേരം വരെ ഇവിടെ നിന്ന് ഒരുത്തരും പോയിട്ടില്ല. ഇനി എവനെങ്കിലും പോയാലേ ഉള്ളൂ. എന്റെ ദേവു, നീ ഇങ്ങനെ ഓവർ ടെൻഷനായി രാവിലെ തൊട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ആവശ്യം, ഓടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും പോലെ തന്നെ നടക്കും. അല്ലെങ്കിൽ നീ കണ്ടോ, ഒന്നും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നടക്കാൻ പോണില്ല. അതുകൊണ്ട് നീ അധികം ടെൻഷനൊന്നും അടിക്കണ്ട. ദൈവം വരുന്നുണ്ട് വാനരപ്പടാം. എല്ലാരും ഉണ്ടല്ലോ. മുത്തശ്ശി ഇന്ന് കഴിക്കാൻ എന്തുവാ? ഇഡലിയാണോ എന്നത്തേം പോലെ? നീ എന്താ കോട്ടും സൂട്ടൊക്കെ കോളേജിൽ പോകുന്നുണ്ടല്ലേ? അല്ല, നീ കുപ്പായം എടുത്ത് അങ്ങോട്ട് നെഞ്ചത്തോട്ട് കേട്ടത്തില്ലല്ലോ ഈ ഇടയായിട്ട്. ഇല്ലടാ, ഇന്നൊരു ചേഞ്ച് ഉണ്ട്. ദോശയും ചമ്മന്തി. ബെസ്റ്റ്. അതിന് നല്ലത് ഇഡലിയായിരുന്നു, ചോദിക്കണ്ടായിരുന്നു. ഇന്ന് ദോശയാണോ? അപ്പൊ ദോശയും മിച്ചറും തേനും കൂടെ വീത്തി ഒരു പിടി പിടിക്കണം. ഹയ്യമ്മ. അതെന്തൊരു കോമ്പിനേഷനാടാ! ദോശയും മിച്ചറും തേനുവാ. വല്ല വയറ്റിളക്കവും വരെ ചേർക്ക. നീ എന്ത് ജീവിയാടാ! അയ്യാ, നീ പോടാ കാശ് ചേട്ടാ. എനിക്ക് ഈ കോമ്പിനേഷൻ ഒക്കെ ബെസ്റ്റാ. ഡാ ചെറുക്ക, നിനക്ക് വന്ന് കുറച്ച് വശളത്തരം കൂടുതലാണ് കിച്ചു. ഒന്നീ നീ അവനെ ചേട്ടാന്ന് വിളിക്ക്, അല്ലെങ്കിൽ നീ അവനെ ഡാന്ന് വിളിക്ക്. ഏതെങ്കിലും ഒന്ന് വിളിക്ക്. വെറുതെ അവൻ്റെ ഒരു നീ പോടാ ചേട്ടാ. അച്ഛയോടെ ഇതെന്തൊരു കഷ്ടവാ. അവനെവിടെ എന്ന് എല്ലാവരും കൂടെ എന്നോട് ചോദിക്കുന്നത് എന്തിനാ? അവനെന്താ എൻ്റെ ആത്മാവാണോ? ഞാൻ പിടിച്ച് പോക്കറ്റ് ഇട്ടോ നടക്കാനായിട്ട്? അതോ വരുന്നു, അങ്ങോട്ട് ചോദിക്കി. അമ്മ, ഞാൻ ഇറങ്ങുക. ഞാൻ നേരെ അങ്ങ് കമ്പനിയിലോട്ട് വന്നേക്കാം. എനിക്കൊരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാ കേട്ടോ. ശരി. അച്ചു, നീ ഇതെന്ത് ഭാവിച്ചാ? നീ അങ്ങോട്ട് എത്തത്തില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് എവിടെയാന്ന് വെച്ചാൽ പോ. എൻ്റെ പൊന്നമ്മ, ഞാനൊരു ഡോക്ടറാ, അവിടെ നിന്നാണ് വിളിച്ചത്. ഞാൻ പോട്ടെ. അല്ല നീ മുത്തശ്ശ, ആ വേലക്കാരി മാമിയാണതെ ഒരു 4 ദോശ മോട്ടിച്ച് മാറ്റി വെച്ചേക്കണേ. ഞാനും പോണു. അച്ഛനില്ല. അല്ല, നീ ഇതെങ്ങോട്ടാ? നീ എന്തിനാ അവനോട് ആശുപത്രി പോന്നേ? നീ പോടാ. നിന്നോട് ഞാൻ എന്തിനാ പറയുന്നേ? ആഹാ, എന്ത് നല്ല ബഹുമാനം. ഇതുപോലെ ബഹുമാനമുള്ളൊരു ഭർത്താവിനെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. വാട്ട് എ ബ്യൂട്ടിഫുൾ. അതൊക്കെ എൻ്റെ കാശി അല്ലേ കാശിക്കുട്ടാ? നീ പോടാ ഇരപ്പേ. മുത്തശ്ശ, ദോശ എവിടെ ഇരിക്കുന്നേ? ഇന്ദ്ര, നീ കണ്ടായിരുന്നോ? ബഹുമാനം കവിഞ്ഞു തുളുമ്പുവാ. എന്തിനാ എന്റെ ആദ്യമേ ഈ ആവശ്യമില്ലാത്ത ഡയലോഗ് അടിക്കാൻ നിൽക്കുന്നേ? വെറുതെ നാണം കെടാനായിട്ട്. ഞാനങ്ങ് സഹിച്ചു. എനിക്കവ അങ്ങനെയൊക്കെ പറയുന്നത് ഇഷ്ടം തന്നെയാണ്. അല്ലടാ ഇന്ദ്ര, അവനും ഇഷ്ടമാണ്. നിന്റെ റൂമിനകത്ത് എന്താ നടക്കുന്നത് ഞങ്ങൾക്കറിയാം. കുറി ചെറുതീടിയായിരിക്കും. അവനൊരു സൈക്കാണല്ലോ. നോവേ, ഞങ്ങൾ പബ്ലിക്കിൽ ഇങ്ങനെ നിന്ന് വഴക്ക് കൂടാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൂമിൽ തന്നെ പറഞ്ഞു തീർക്കാറാണ് പതിവ്. കേട്ടാ, അതിന് ഇടിയായാലും തെറിയായാലും. ഇവറ്റകളിങ്ങനെ തല്ലുണ്ടാക്കി ഏത് കാലത്ത് നല്ലപോലെ ജീവിക്കുമെന്തോ. കർത്താവ് എമ്പുരാന് മാത്രം അറിയാം. ആ ഇറങ്ങിപ്പോയ സാധനത്തിനെ കണ്ടില്ലേ? എന്തോ നമ്മളോടൊക്കെ പറഞ്ഞേ, ഞാൻ എന്താ അവന്റെ ആത്മാവോത്തും. ഇങ്ങനെ അവന്റെ പിറകെ വാലുപോലെ നടക്കുന്നുണ്ടല്ലേ നമ്മൾ അവനോട് തന്നെ ചോദിക്കുന്നത് അച്ചു ഇവിടെയെന്ന്. കൂട്ടടിയാണല്ലോ കർത്താവേ ഈ വീട് മുഴുവൻ.
അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അവൻ്റെ വയ്യായികയൊക്കെ മാറിയതിന് ശേഷമല്ലേ നമ്മൾ അവൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയുന്നത്. എൻ്റെ സിദ്ധു, അത് നിങ്ങൾക്ക്. എനിക്കും ദേവമ്മയ്ക്കും അച്ചുവിനും കാശിക്കൊക്കെ അവനെ മുന്നേ അറിയാം. അവൻ അച്ചുവെ പോലെ അത്ര ഷോർട്ട് ടെമ്പേർഡ് അല്ലെന്നേ ഉള്ളൂ. പക്ഷെ ആവശ്യത്തിന് എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ചൂടാവും. അല്ലാത്ത സമയമൊക്കെ ഇങ്ങനെ കളിച്ചു കിടക്കുന്ന സ്വഭാവം തന്നെയാണ്. അവൻ പഴയതുപോലെ ഇരുന്നാലും അവൻ്റെ ക്യാരക്ടർ അവൻ എങ്ങനെയാണോ അതുപോലെ മാറിയാലും ഏകദേശം എല്ലാം ഒരുപോലെയാണ്. ദേഷ്യം വന്നാൽ കണ്ണാണത്തില്ല, പക്ഷെ എന്നാലും ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാറില്ല. അത്രേ ഉള്ളൂ. ആ മതി മതി, ഇനി എല്ലാം കൂടെ അച്ചു കിച്ചു പുരാണം പറഞ്ഞോണ്ട് നിൽക്കാതെ പോയി വല്ലതൊക്കെ എടുത്ത് വെച്ച് കഴിച്ചിട്ട് ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് ജോലി സ്ഥലത്തൊക്കെ പോവാൻ നോക്ക്. നിങ്ങൾക്ക് കോളേജിലും അവിടെ ഇവിടെയൊക്കെ പോകാനുള്ളതല്ലേ. ചെല്ല് അവന്മാരങ്ങ് എത്തിക്കോളൂ. വരുമെന്ന് പറഞ്ഞാൽ വരും, അറിയാമല്ലോ. ഇനി എങ്ങാനും വന്നില്ലെങ്കിൽ അന്നേരം ബാക്കി നോക്കാം. പോയി എടുത്ത് കഴിക്കാൻ നോക്ക്. വന്നില്ലെങ്കിലാ രണ്ടിന്റെ മുട്ടുകാരെ ഞാൻ തല്ലിയൊടിച്ച് വീട്ടിൽ വല്ല ചങ്ങലയ്ക്കും പിടിച്ചിടും. പിന്നെ ഇങ്ങനെ ഓടത്തില്ലല്ലോ. മനുഷ്യനോട് നിക്കക്കളിയില്ലാതിരിക്കുമ്പോഴാ അവന്റെ കോട്ടം. ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ ഒന്നും മിണ്ടാത്തത്. അതിന്റെ പിറകെ വാല് പോലെ പോയി കൂടെ ഇറങ്ങി ഓടിയ സാധനം എന്തിനാ അവന് കത്രിക എടുത്ത് കൊടുക്കാനാണോ പോയെന്നാ ഇപ്പം എൻ്റെ ഡൗട്ട്. അതിനെങ്കിലും ഇവിടെ നിന്നൂടെ? ദൈവമേ, ഒന്നാതെ എല്ലാ പ്രോപ്പർട്ടീസ് ആ പൊട്ടന്റെ പേരിലാ. ആ ചെറുക്കനാണെങ്കിൽ ഒരിടത്ത് അടങ്ങി നിൽക്കുന്നുമില്ല. വയ്യാതിരുന്ന സമയത്ത് പിന്നെ വീട്ടിലെങ്കിലും ഇരിക്കുകയാണ്. ഇതിപ്പം എപ്പം നോക്കിയാൽ അവന്റെ പിറകെ വാല് പോലെ നടക്കും. ആശുപത്രി പഠിക്കുന്നോ അതുമില്ല. എൻ്റെ പൊന്നു ദേവു, അവരെ വളർത്തി അവരെ അമ്മയായ നീ തന്നെ ഇത് പറയണം. അവരെപ്പോഴും ഒരുമിച്ചല്ലായിരുന്നോ? അവന് വയ്യാതായപ്പോഴല്ലേ അച്ചു അങ്ങും കിച്ചു അങ്ങൊക്കെ ആയത്. ഇപ്പം നേരെ ആയപ്പം അവൻ വീണ്ടും പഴയതുപോലെ തന്നെയായി. പിന്നെ എല്ലാ കാലവും വയ്യാതിരുന്നപ്പോൾ ഇന്ദ്ര എന്ന് ഇവൻ്റെ പുറകെ വിളിച്ചോണ്ട് നടന്ന പോലെ ഇവൻ്റെ പുറകെ നടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അവൻ കുഞ്ഞിലെ കണ്ടതും കൂടെ വളർന്നതും ഒക്കെ ആ കൂടപ്പുറപ്പിൻ്റെ കൂടെയല്ലേ. പിന്നതോ അവിടെ ഇരുന്നാ തിന്നുന്ന സാധനത്തിൻ്റെ കൂടെ. അതുകൊണ്ട് അവന്മാരുടെ കൂടെ ആയിരിക്കും അവന് കൂറൊന്നും. അതുകൊണ്ട് നീ അതൊന്നും പറയണ്ട. അവന്മാർ വരും, അതുറപ്പാ. നീ അതും ഒലിച്ച് പേടിക്കണ്ട. നീ വന്ന് കഴിക്കാൻ നോക്കും. എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ട് പോയി കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നമുക്ക് ഡീൽ ചെയ്ത് സെറ്റ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ രണ്ട് കമ്പനീസിനും ഒരു പ്രോപ്പർട്ടീസും എടുത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. അതുകൊണ്ട് സമാധാനപ്പെട്. ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ആവാതെ. അതെ ദേവമ്മ, എല്ലാം ശരിയാവും. വാ നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് ഇറങ്ങാം. അവരങ്ങ് എത്തിക്കോളും. എന്നാലും എന്തായിരിക്കും ഇത്രയും പെട്ടെന്നൊരു അത്യാവശ്യം? കൂടെ പോകേണ്ടായിരുന്നു. അവന്മാർ എൻ്റെ അടുത്തൊന്നും പറഞ്ഞതുമില്ലല്ലോ. ഇനി കമ്പനിയിൽ നിന്ന് വല്ല കോളും വന്നാണോ? ഇനി അത് അറിയുന്നവരെ മനുഷ്യൻ്റെ മൂട്ടിൽ തീയായിരിക്കും. പുല്ല്. ദോശയും ചമ്മന്തിക്ക് ദോശയും ചമ്മന്തി അല്ലേ മുത്തശ്ശ? ഞാൻ പോയി കഴിക്കട്ടെ. അതെ അതെ, പോയി കഴിക്കും. സക്രേജുണ്ടോ മോനെ? നീയും ശിവപ്രസാദിന്റെ മക്കളും തമ്മിൽ എന്താ ഗൂഢാലോചന എന്ന് ഈ മുത്തശ്ശൻ കണ്ടുപിടിക്കും കേട്ടോ. ഒന്നുമില്ലെങ്കിലും നീയൊക്കെ എന്റെ ചെറുമക്കളല്ലേ. വിത്ത് ഗുണം 11. എല്ലാത്തിൻ്റെയും ഉണ്ട് ഒരു വെടിക്കുള്ള കയ്യിരിപ്പുകളും. അതെനിക്കറിയാം. അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അച്ചു ഇവിടെ അല്ല. ഇവളെന്ത് ഇവിടെ? അച്ചു, അനമ്മോ, നീ നേരത്തെ ലാൻഡ് ചെയ്തോ? പിന്നെ വരാതെ അവനൊറ്റ പോക്കങ്ങ് പോകാൻ പോവല്ലേ. ഞാൻ വിളിച്ചപ്പോ ഇവിടെ നിൽക്കാനാ പറഞ്ഞേ. അല്ല, നിങ്ങളുണ്ട് മാത്രമേ ഉള്ളോ? സാറ് വന്നില്ലേ? അവനും വരത്തില്ലായിരുന്നു. ഞാൻ മറന്നു ഈ സത്യത്തിൽ. പിന്നെ എണീറ്റപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നേ. പിന്നെ ഷടയിൽ നിന്ന് കയറി ഫ്രഷായി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ചാടിപ്പാടി ഇറങ്ങിയതാണ്. ഇന്നാണെങ്കിൽ അമ്മയാണെങ്കിൽ ശിവ ഗ്രൂപ്പ്സിൽ മീറ്റിങ്ങും വെച്ചിട്ടുണ്ട്. വരാൻ നേരത്തെ അവനും വരുന്നെന്ന് പറഞ്ഞോട് ചാടി വണ്ടി കയറിയത്. പിന്നെ ആദമിനെ വിളിക്കാനോ നിൽക്കാനൊന്നും ടൈം കിട്ടിയില്ല. ദേ വരുന്നു. എടേ അന്നാമച്ചി, ഒന്ന് ചിരിക്കടി. ഒന്നുമില്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് മലേഷ്യയിലോട്ട് പറക്കാൻ പോവില്ലേ? ഒന്ന് ചിരി. ഞാൻ കരുതി നീ വരത്തില്ല എന്ന്. എനിക്ക് തോന്നി ഉറക്കമായിരിക്കുമെന്ന്. അതവനെ വിളിക്കാതിരുന്നേ. അല്ല, ആദമിച്ചാനൊന്നുമില്ലേ? നിങ്ങൾ മാത്രമേ ഉള്ളോ? സാറൊന്നും വന്നില്ലാന്ന്. എവരെന്നെ ചടപടയെന്നും പറഞ്ഞ് ഓർമ്മ വന്നപ്പോൾ ഓടി വന്നതാന്നാ പറഞ്ഞേ. അങ്ങനെ നമ്മുടെ ഡോക്ടർ ചെറുക്കൻ മലേഷ്യയിൽ പുതിയ ഹോസ്പിറ്റൽ കെട്ടിത്തീർന്നതാ പലായനം ചെയ്യുന്നു. പലായനം അല്ലടി, പരാഗനം. അങ്ങനെയെന്നാ തോന്നുന്നേ. എയർപോർട്ട് വേണ്ട, അവൻ്റെ തല്ലിയിട്ട് വെറുതെ എന്തിനാ. അല്ലടാ, നീ അപ്പം ഇനി ലീവിനൊന്നും വരത്തില്ലേ? അതെന്ത് ചോദ്യം അടക്കിച്ചു. ഞാൻ വരത്തില്ലേ? നിങ്ങളൊക്കെ ഇല്ലാതെ എനിക്കെന്ത് ലൈഫ്. പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയതാ.
ഒന്ന് ഡെവലപ്പ് ആവുന്നവരെ അല്ലെങ്കിൽ ഒന്ന് പച്ച പിടിക്കുന്നവരെ അവിടെ നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഞാൻ ഓടി ഓടി വരും. പിന്നെ കുറേ ആൾക്കാരൊക്കെ കിട്ടുമല്ലോ. ആ ഒരു പാടേ ഉള്ളൂ. എടാ എന്നാൽ ഞാൻ പോട്ടെ, ഫ്ലൈറ്റിന് നേരമായി. എല്ലാവരും തിരക്കിയെന്ന് പറയണം. എല്ലാവരെയും കണ്ടിട്ട് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഷടപടയെന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിന്നെ വിളിച്ചപ്പോൾ. ഏതായാലും ആദമിനോട് പറ ഞാൻ പോയെന്ന്, അതുപോലെ കാശി എല്ലാവരോടും. ആ പിന്നെ അച്ചു, എടാ തമാശയല്ല, ഞാൻ കാര്യമായിട്ട് പറയുന്നേ. എന്താടാ പ്ലാന്? ഇപ്പോൾ കാര്യങ്ങളാകെ കൈവിട്ട അവസ്ഥയാണെന്ന് എനിക്കറിയാം. എടാ ശിവ ഗ്രൂപ്പ്സിൽ വെച്ച് ഇന്നൊരു മീറ്റിംഗ് നടന്നാലും അത് AK ഗ്രൂപ്പിൻ്റെ ഓണേഴ്സിനെ കാണണമെന്നും പറഞ്ഞല്ലേ അവസാനിക്കത്തുള്ളൂ. അങ്ങനെ കണ്ടാൽ മാത്രമല്ലേ എഗ്രിമെൻറ്റ്സിൽ ഡയറക്റ്റ് സൈൻ ചെയ്ത് കൊടുക്കാനും നിങ്ങളുമായിട്ട് എല്ലാം പറഞ്ഞു തീർക്കാനും ആയിരിക്കൂലേ ദേവമേൻ ദേവച്ചനൊക്കെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ? എൻ്റെ പൊന്നു വിഷ്ണു, ഇത് കറങ്ങിത്തിരിഞ്ഞ് എവിടെ വന്ന് നിൽക്കാമെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ അല്ലേ? എടാ ഇനി ഞാൻ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ കാണിച്ചാലും ഒരു ദിവസം എല്ലാവരും അറിയും. ഇനി ഏതൊക്കെ പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചാലും. അതുകൊണ്ട് ഇതറിയട്ടെ എന്ന് തന്നെ എൻ്റെ ഒരിത്, അല്ലാതെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അറിയിക്കാൻ തന്നെ വിചാരിക്കുന്നത്. AK ഗ്രൂപ്പ്സ് ഞങ്ങളാന്ന് തന്നെ അങ്ങ് അറിയട്ടെ. അതോടെ അത് പേടിച്ച് നടക്കുന്ന തൊല്ല അങ്ങ് തീരുമല്ലോ. പിന്നെ അതിന് ശേഷം വരുന്ന ആഫ്റ്റർ എഫക്റ്റൊക്കെ അപ്പം കാണാം, എന്തെങ്കിലും ചെയ്യും. നീ ഇതേ പറയത്തുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. ഏതായിരുന്നാലും ബി സ്ട്രോങ്. എപ്പോഴും പന്ത് നമ്മുടെ കോട്ടിൽ തന്നെ കാണണമെന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ശരിടാ കിച്ചു, പോയിട്ട് വരട്ടെ. ശരി അന്നാമോ, ഞാൻ ഡെയിലി വിളിക്കും, എനിക്ക് കമ്പനി തരണം കേട്ടോ. ശരിടി, ബൈ. ശരിടാ, ബൈ. ഹാ എടി അന്നാമോ, നീ വിഷമിക്കണ്ടടി. അവൻ പോയെങ്കിൽ എന്താ, നിനക്ക് ഞാനില്ലേ ചക്കരമുത്തേ? ഞാനുണ്ട്, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട്. അത് തന്നെ എൻ്റെ പേടി. നിന്നെ ഇനി ഞാൻ ഒറ്റയ്ക്ക് സഹിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. കർത്താവേ എനിക്ക് ശക്തി തരണേ. അല്ല ഞാൻ നേരെ കോളേജിൽ പോട്ടെ. ഇന്ന് കമ്പനിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവിടെ ജോണുണ്ടല്ലോ, പിന്നെ ഋഷി രാവിലെ അങ്ങ് ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ. പിന്നെ ഡാനിയലങ്ങളുണ്ട്, അലച്ചിച്ചാനുണ്ട്. അതുകൊണ്ട് സീനൊന്നുമില്ല. നീ കോളേജ് വിട്ടോ. എന്തായാലും കമ്പനിയിലെ മീറ്റിംഗൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ വരുന്നത്. നീ എന്തായാലും അവിടെ വേണമല്ലോ. പിന്നെ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ ഞാൻ നിന്നെ വിളിച്ചോളാം, നീ എടുത്താൽ മതി. കിച്ചു വാടാ, നമുക്ക് പോവാം. ടാറ്റാടി. പിന്നെ ഒന്നുമില്ല, ശരി ബായ്. ഇവനെനിക്ക് തലവേദനയല്ല, എൻ്റെ തലവരയാ. ആരും വായിച്ചാലും പോവാത്ത തലവര. കർത്താവേ. എല്ലാവരും വന്നല്ലോ അല്ലേ? അപ്പോൾ ആ സ്ഥിതിക്ക് തുടങ്ങാം. വെറുതെ വെച്ച് നീ താമസിപ്പിക്കണ്ട. എല്ലാവർക്കും കോളേജിലും ഓഫീസിലൊക്കെ എത്തേണ്ടല്ലേ? ക്രിസ്റ്റി, നീയല്ലേ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തത്? എന്താ പറയുന്നത്? അവരുടെ അടുത്തുനിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? നീ കണ്ടോ? അതോ ആ ചെറുക്കനെയാണോ കണ്ടേ? ഇല്ല മാഡം, ഞാൻ കണ്ടില്ല. അതെങ്ങനെയാ മാഡം ആരും കാണാത്ത രണ്ടുപേരെ ഞാൻ കാണുന്നു? എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഈ AK ഗ്രൂപ്പ്സിൻ്റെ ഒരു പേഴ്സണൽ ഇമെയിൽ ID ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അതുവഴി നീങ്ങാന്നാണ് ഞാൻ വിചാരിച്ചത്. വേറൊന്നും കൊണ്ടല്ല. മാഡം ഇന്നലെ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ ആ PA ഒരു വാലാണെന്ന്. പിന്നെ വെറുതെ അയാൾ വഴി ഒരു അപ്രോച്ച് പോയിട്ട് നടന്നില്ലെങ്കിൽ നമുക്കല്ലേ തീരാ നഷ്ടം. അതുകൊണ്ടാണ് ഇമെയിൽ അയച്ചത്. ഇമെയിൽ അയച്ചപ്പോഴത്തേനും റിപ്ലൈ ഒന്നും വന്നില്ലായിരുന്നു. പക്ഷേ ഇന്നലെ നൈറ്റ് തിരിച്ച് റിപ്ലൈ വന്നു. നാളെ അവരുമായിട്ടൊരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട് അവർ. അത് അവർ പറയുന്ന സ്ഥലത്ത് നിന്നാണ് പറഞ്ഞത്. അത് ടൈമാകുമ്പോൾ അവരയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ട് ചെന്നാൽ മതി, അവരെല്ലാം സൈൻ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. വേറൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. നാളെ പറഞ്ഞേക്കുന്നത് ഡേറ്റും. അതെന്താ നാളെ? ഇന്നെന്താ ചെയ്താൽ? ഇനി നാളെയും ഇതുപോലെ എല്ലാവരും ഹാഫ് ഡേ ലീവ് എടുത്ത് ഇതിൻ്റെ പിറകെ നടക്കണമെന്നാണോ? എൻ്റെ ദേവു, ഇതൊരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ അവിടെ ചെന്നാൽ തന്നെ അവന്മാർ വരുമെന്നോ അല്ലെങ്കിൽ സൈൻ ചെയ്ത് തരുമെന്നൊക്കെ എന്താ എത്ര ഉറപ്പ്? നാളെ എന്താ വെച്ചതെന്നുള്ളതിൻ്റെ റീസൺ എനിക്ക് തന്നെ അറിയാം സാർ. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ അവർ
കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് കമ്പനിയിൽ ഒന്നാമത് നിൽക്കുന്നതാണ്. ശിവ ഗ്രൂപ്പ്സ് ആയിരുന്നല്ലോ നമ്മുടെ കമ്പനി. പക്ഷേ ഇപ്പൊ നിൽക്കുന്നത് അവരാ ഈ ഒരു മാസം കൊണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ സാർ, നമ്മളെയൊക്കെ പോലെ തന്നെ. അവരൊരു ഡേറ്റ് ഇട്ട് തന്നത് തന്നെ ഭാഗ്യം. പുറത്ത് അവരെ കുറിച്ച് പറയുന്നതൊക്കെ അത്രയും നല്ല കാര്യങ്ങളാണ്. പിന്നെ ഇല്ലീഗലി എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അറിഞ്ഞതും കേട്ടതും വെച്ച് ഒരിക്കലും പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ആൾക്കാരല്ല. അതുകൊണ്ട് നെറികേട് കാണിക്കത്തില്ല. അവർ നാളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറ്റിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ, അത് നീ പറഞ്ഞത് കാര്യം. ഒറ്റത്തൊന്തയ്ക്ക് പറഞ്ഞവരാ. അതുകൊണ്ട് പറഞ്ഞ വാക്കിന്ന് അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്തിന് ഞാനിങ്ങനെ ഒന്ന് റിസർച്ച് ചെയ്തായിരുന്നു. അപ്പം കേട്ടതാ. ഭർത്താവേ, നിന്റെ റിസർച്ച് ഈ ഇടയായിട്ട് കുറച്ച് കൂടുതലാ. അല്ല, അപ്പം നാളെ കാണാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ബാക്കി എഗ്രിമെന്റും ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാക്കുന്ന കാര്യങ്ങൾ ചെയ്യാല്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. വെറുതെ സമയങ്ങളായിരുന്നു എന്തിനാ? ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണ്ടേ എല്ലാവർക്കും കമ്പനിയിലും കോളേജിലൊക്കെ പോകാനുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുമല്ലേ? ആ അതെ 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 അതെ, എനിക്കിന്നൊരു 4-5 ലെസൺ എടുക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഭയങ്കര ബിസി ആയതുകൊണ്ട് പിള്ളേർ പഠിപ്പിക്കാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് 2-3 പാഠം എടുത്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്നെല്ലാം ശരിയാക്കിയാലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാരും പെട്ടെന്ന് ശരിയാക്കും. ഇയാൾ ഇവിടെ പോയി പാഠം എടുത്തിട്ട് വേണം കണ്ട ബംഗാളിയുടെയും പഞ്ചാബിയുടെയും മക്കൾക്ക് വരെ എന്റെ മുതുകത്ത് കയറി പൊങ്കാലിടാനായിട്ട്. കർത്താവേ, എൻ്റെ പൊന്ന് കാശി, നിങ്ങളെ രണ്ടുപേരെയും കുടുംബ വഴക്ക് ഈ കമ്പനിക്കകത്ത് വയ്ക്കണ്ട. അതിനേക്കാൾ എത്രയോ വലിയ കാര്യം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ, എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മിണ്ടാതിരുന്നേ. എല്ലാം കറക്റ്റ് ചെയ്യാൻ നോക്ക് ക്രിസ്റ്റി. എന്നിട്ട് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തോട്ടും പോകാനുള്ളതല്ലേ? ഓക്കെ സാർ. അല്ല, അച്ഛാ, നാളെ ഈ പ്രോപ്പർട്ടീസ് ആരുടെയൊക്കെ പേരിലാണോ? അതായത് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും വേണമെന്നല്ലേ? ആൽവിൻ ഇല്ലല്ലോ. ആൽവി ഇല്ലാതെ എങ്ങനെയാ? അവനൊരാൾ മാത്രമേ ഇല്ലാതെ ഉള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്. അവനില്ലാത്തത് പ്രശ്നമാവത്തില്ലേ? കാരണം ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചെല്ലണമെന്നാണല്ലോ. ആര് പറഞ്ഞങ്ങനെ? ഞങ്ങളങ്ങനെ പറഞ്ഞില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. നിങ്ങളോ? ഏത് നിങ്ങള്? എടാ പൊട്ടാ, നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞത്? IAK ഗ്രൂപ്പ്സിന്റെ കാര്യം പറഞ്ഞത്. മാണ്ടാൻ തൊട്ടേനും പിടിച്ചതിനും കയറി മറുപടി പറഞ്ഞോളൂ. അത് പ്രശ്നമാകത്തില്ല അമ്മേ. ഭാഗ്യം കത്തിയില്ല. ഇവന് വാടച്ച് വെച്ചൂടെ? എൻ്റെ കൂടെ ഒരു വാഴയായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അത് നമുക്ക് നാളെ സംസാരിച്ചു നോക്കാം. സംസാരിച്ചാൽ മനസ്സിലാവാത്ത മനുഷ്യരൊന്നുമില്ലല്ലോ അല്ലേ ആദമേ? ഓ, അതെന്താ നീ അവനോട് മാത്രമേ ചോദിക്കത്തുള്ളൂ? എന്നോട് ചോദിക്കും, ഞാൻ പറയാം. സംസാരിച്ചാൽ മനസ്സിലാവാത്ത മനുഷ്യനുണ്ട് നീ. കേട്ടാമ്മ, ലോകത്തിൽ ഒരു വകയും പറഞ്ഞാൽ മനസ്സിലാവാത്തതും ഒരു വക അക്സെപ്റ്റ് ചെയ്യാത്തതും ഒരു വകയും ശാന്തതയിൽ അംഗീകരിക്കാത്തതും ദേവനാണ്. ഓ, യവനിത് അരിയിടും മുമ്പേ ചോറൂറ്റും. അതിനെവനല്ലല്ലോ AK ഗ്രൂപ്പ്സിൻ്റെ ഓണർ. അവർ ചിലപ്പം കണ്ണിച്ചോറുള്ള ആരെങ്കിലുമൊക്കെ ആവാമെന്നാണ് അച്ചു പറഞ്ഞത്. അത് നമുക്ക് സംസാരിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്ക്. ഉടച്ച് മിണ്ടാതിരുന്നൂടാ പീക്കിരി നിങ്ങളുടെ മറ്റവൻ. എനിക്ക് ആ ഫ്ലോയിലങ്ങ് അറിയാതെ വന്നു പോണതാ, അല്ല മനപ്പുറം പറയുന്നതല്ല. പീക്കിരി എൻ്റെ അത്ര പോലും പൊക്കല്ലാത്ത നിങ്ങളാണ് പീക്കിരി. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി എത്ര നേരം ഇവിടെ ഇരിക്കണമെന്തോ? കുറെ നേരമായ. ഇവനെന്തിനാ ഇങ്ങനെ തന്നെ നോക്കുന്നത്? എന്തൊക്കെ സഹിക്കണം ദൈവമേ. കുറെ മണ്ടന്മാര്. വേറൊരുത്തനാണെങ്കിൽ അവിടെ ഇരുന്ന് മനുഷ്യനെ തിന്ന് ദഹിപ്പിക്കുക. നോക്കുന്ന നോട്ടം കണ്ടില്ലേ? ഞാൻ മിണ്ടത്തില്ല. ജലസിന് കൈയും കാലം വെച്ചിട്ട് അതിനൊരു പേരിട്ടിട്ടുണ്ട്, അങ്കിത് ശിവപ്രസാദ്. ആരും കണ്ടില്ലേ? ഭാഗ്യം. ഒരു മോനെ അവിടെ ഇരുന്ന് ഊറ്റുക. മനഃപൂർവ്വം. ആ, അയ്യോ, എന്താ രിച്ചു? എന്താ?
ഏ ഒന്നുമില്ല, കാല് ഇവിടെ കയറി ഇടിച്ചതാ. കണ്ടിന്യൂ. എന്നോടാ കളി. ഇപ്പോൾ കണക്ക് കാലല്ല, നിന്റെ പലതും ഞാൻ ചവിട്ടി പൊട്ടിക്കും. ഓക്കെ മാഡം, ഓൾ ഡൺ ആണ്. അഗ്രിമെന്റ്സിലൊക്കെ ഇപ്പോൾ എല്ലാവരും സൈൻ ചെയ്തല്ലോ. ഇനി വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. നാളെ നമ്മൾ അവരെ പോയി കണ്ട് ഇതങ്ങ് ഏൽപ്പിച്ച് അവരുടെ സൈൻ കൂടെ മതി. എന്നാൽ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ആ എന്നാ എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകാൻ നോക്ക്. ഞാനേ അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടി ഇറങ്ങാം. കൃഷി നീ എൻ്റെ കൂടെ വാ. രാമേ നീ വരാൻ നോക്ക്. സിദ്ധു എന്തായാലും കോളേജിൽ പോവല്ലേ, അപ്പോൾ രാമൻ്റെ കൂടെ വരട്ടെ. വാ. സിദ്ധു ഞാൻ പോയിട്ട് വരാം. ശരിടാ, കോളേജിൽ പോണേ അല്ലാണോ? കാശി, നീ എൻ്റെ കൂടെ വരുന്നോ അതോ ആദമിൻ്റെ കൂടെ വരുന്നുള്ളോ? ഓ, ഇയാളുടെ കൂടെയൊക്കെ ആര് വരുന്നു? ഞാൻ സിദ്ധുവിൻ്റെ കൂടെ വരാം. അപ്പം ശരി, ഞാനും ഇറങ്ങാം. കിച്ചു എന്തായാലും ഇനിയിപ്പോൾ ആദമിൻ്റെ കൂടെ ആയിരിക്കുമല്ലോ പോകുന്നത്. അല്ല, ഞാൻ നേരെ ഓഫീസിലോട്ടല്ലേ. ശരിടാ. അഗി, മോനെങ്ങോട്ടാ? മോൻ ഇന്ദ്രയുടെ കൂടെ പോണ്ട. വീട്ടിലൊന്ന് പോകണമായിരുന്നു. ഇന്ദ്ര മീറ്റിങ്ങിന് പോയില്ലേ 2 ദിവസം മുന്നേ? ആ കമ്പനിയായിട്ടുള്ള ഡീലിങ്സിൻ്റെ ഫയലെല്ലാം ദേവച്ചൻ്റെ മുറിയിലായിപ്പോയി. മോനൊന്ന് പോയി അതെടുത്തോണ്ട് വരൂ. വേണമെങ്കിൽ അച്ഛൻ്റെ വണ്ടി എടുത്തോ. അതെ അച്ഛാ. എന്നാൽ ഞാനും ഇറങ്ങാം. ബൈഡാ. എല്ലാവരും പോയാ? അച്ചു, എന്താ നിൻ്റെ പ്ലാന്? എടാ, നാളെ മൊത്തം കയ്യിൽ നിന്ന് പോവും. നീ ആ ഇമെയിൽ അയച്ചെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എടാ, നീ ഇത് എന്ത് വിചാരിച്ചിട്ടാ? അല്ല, രാവിലെ എങ്ങോട്ടാണ് രണ്ടുപേരും കൂടെ പോയത്? കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമാണോ? ഓ, അത് കമ്പനിയിലെ പ്രശ്നമൊന്നുമല്ല. അത് നമ്മളെ വിഷ്ണുല്ലേ, അവൻ മലേഷ്യയിൽ പോവാ. അവൻ്റെ അവിടുത്തെ ഡോക്ടർ ഹോസ്പിറ്റലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, അങ്ങനെ പോയതാ. നിങ്ങളെല്ലാവരെയും കൊണ്ടില്ലാത്തതെന്ന് പറഞ്ഞതാ. ഈ അച്ചു അല്ലേ സമയത്തിന് വെപ്രാളപ്പെട്ട് അപ്പോഴാണ് ഓർമ്മ വന്നതെന്ന് പോലും ഓടിത്തള്ളിക്കൊണ്ട് പോയത്. ഞാൻ കയറിയോണ്ട് എനിക്ക് അവനെ കാണാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ അത് നടക്കത്തില്ലായിരുന്നു. ആടാ, അവൻ എൻ്റെ മാത്രം ഫ്രണ്ടായിരുന്നല്ലോ, നിൻ്റെ അല്ലായിരുന്നല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിനക്ക് ഓർത്ത് വയ്ക്കായിരുന്നല്ലോ. നാളത്തെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. തന്നെ എല്ലാം നൈസിന് അതിൻ്റേതായിട്ടുള്ള വഴി തന്നെ നടക്കും. ഒരു കാര്യം ഞാൻ പറയാം, എന്നായിരുന്നാലും എല്ലാവരും അറിയണം. ദേവച്ചനും അമ്മയും മുത്തശ്ശനും എല്ലാവരും, അഗിയും കാശിയും എല്ലാവരും. അതുകൊണ്ട് അത് നാളെയെങ്കിൽ നാളെ അറിയട്ടെ. ഏതായാലും ഒളിച്ചു വയ്ക്കാനോ ഇതിൽ നിന്ന് ഒളിച്ചോടാനോ ഒന്നും എന്നെ ഇനി കിട്ടത്തില്ല. അച്ഛനായിട്ട് തുടങ്ങി വെച്ച് നിർത്താനും എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾക്കും എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ പോവാം, അത്രേ ഉള്ളൂ. അതെന്തും മറ്റെടുത്ത വർത്താനമാണ്. എന്തായാലും ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ കാണുമെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ ഇതിന് നീ അങ്ങനെ പറയുന്നത് അതല്ല. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നാല് വാക്കിനായാലോ എന്നുള്ള പേടിയുണ്ടോ? നീ പറഞ്ഞാൽ ശരിയാ. എന്നായിരുന്നാലും എല്ലാവരും അറിഞ്ഞേ പറ്റൂ. എത്ര നാളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചോണ്ട് നടക്കുന്നേ. നാളെയെങ്കിൽ നാളെ അറിയട്ടെ എല്ലാം. നീ വാങ്ങിച്ചു കോളേജിൽ പോവാം. ഇപ്പം തന്നെ സമയം 11 അല്ല, നീ ഇനി നേരെ എങ്ങോട്ടാ? ഹോസ്പിറ്റലിലോട്ടാണോ അതോ കമ്പനിയിലോട്ടാണോ അതോ വേറെ എങ്ങോട്ടെങ്കിലോ? ഞാൻ ഈ പാൻ്റൊന്ന് എനിക്ക് മാറ്റണം. വീട്ടിൽ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വൈകിട്ട് കമ്പനിയിൽ പോയിട്ട് വീണ്ടും വീട്ടിൽ വരാം. ഇങ്ങനെയാണെങ്കിൽ നീ കുറേ പാൻറ്റ് മാറ്റേണ്ടി വരും. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നാ തേണ്ടി. നീ വാദമിച്ചായ ബാക്കിയുള്ളവനിവിടെ ഒന്നും തിന്നാനും കിട്ടുന്നില്ല. തിന്നാൻ കിട്ടുന്നവർക്കൊക്കെ ഡെയിലി കിട്ടുന്നുമുണ്ട്, ഒളിച്ചും പാത്തുമായാലും. വാ, നീ പാടാ പറട്ടെ. അതെൻ്റെ കഴിവ്, നിൻ്റെ കഴിവുകൾ. ഡെയിലി അവനോട് അടിയുണ്ടാക്കുമ്പോഴേ ആലോചിക്കണം. ഞാൻ പോയി എങ്ങനെയും കൺവീൻസ് ചെയ്യട്ടെ. ഇന്നലെ എൻ്റെ അടുത്ത് ചാടിത്തുള്ളിയാ വെളിയിലോട്ട് ഇറങ്ങിപ്പോയത്. ഞാൻ പോയി പാൻറ്റ് മാറ്റിയിട്ട് വരാം, ഭയങ്കര ടൈറ്റ്. ഓക്കെ, ഞാനും ഇങ്ങനെ ഒന്ന് പാൻറ്റ് മാറ്റാൻ പോകുന്നതിനെക്കുറിച്ച് നിനക്കെന്താടാ അഭിപ്രായം? വളരെ മോശം അഭിപ്രായം. അങ്ങനെ എനിക്ക് കിട്ടാത്ത പാൻറ്റ് എൻ്റെ ആദമിച്ചായനിടണ്ട. അവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, പക്ഷെ നിങ്ങൾ കേൾക്കും. എനിക്ക് പഠിക്കാനുണ്ട്, എന്നെ കോളേജിൽ കൊണ്ടാക്ക് സാറേ. വാ തണ്ടി. അല്ലെങ്കിലും ഞാനിപ്പോൾ പാൻറ്റ് മാറ്റാൻ പോയിട്ട് എന്ത് ചെയ്യാനാ? അവൻ കോളേജിലല്ലേ പോയത്, എന്തോന്ന് ക്ലാസ് റൂമിലിട്ടുണ്ടാക്കോ? വിധി ഒന്നും വിധിച്ചിട്ടില്ലാത്തവൻ്റെ രോദനങ്ങൾ ആര് കേൾക്കാനാണ് ദൈവമേ. ഇതേ വെച്ച ഫയൽ ഇവിടെ വെച്ചെന്നല്ലേ പറഞ്ഞ? ഇതിപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ.
ഇനി കബോർഡിനകത്ത് വല്ലതും എടുത്തു വെച്ചാണോ? റൂമിലുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, സ്ഥലം കൂടെ പറയണ്ടേ, എന്നാലേ മനുഷ്യന് എവിടെയാന്ന് നോക്കാൻ പറ്റൂ. ഹോ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇത്രയും നേരമായിട്ട് നിനക്ക് ആ ഫയൽ കിട്ടിയില്ല? ഞാൻ തപ്പിത്തരണോ അഗി? ഇതൊരു നടക്ക് പോകത്തില്ല. വേണ്ട, എനിക്കറിയാം തപ്പിയെടുക്കാൻ. ജലസം അടിച്ചുകൊണ്ട് ആ മൂലയിൽ അങ്ങനെ പോയി ഇരിക്കാൻ നോക്കും. അതാ നിനക്ക് പറ്റിയത്. ഹാ, അങ്ങനെ പറയല്ലേ. നമുക്ക് സംസാരിക്കാടാ. നീ ഇവിടെ വന്നിരിക്കും. വാ, ഇരിക്കും. നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? പറ, എന്താ നിൻ്റെ പ്രശ്നം? ഞാൻ എന്ത് ചെയ്തിട്ടാ? പറ. നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നല്ലാണ്ട് ഞാൻ എന്താടാ ചെയ്തേ? പറ. നിന്നോട് മാത്രമല്ലേ ഞാൻ ഇത്ര സോഫ്റ്റായിട്ട് പെരുമാറുന്നേ? അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിലായോ? അപ്പം നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാവോ? പറ. നീ ഇങ്ങനെ സംസാരിച്ച് വീഴ്ത്താന്നൊന്നും നോക്കണ്ട. ഞാൻ ചിലപ്പം വീണ് പോവായിരിക്കും, പക്ഷെ ഇപ്പം ഞാൻ വീഴത്തില്ല. നീ ഓഫീസിൽ നിന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു എൻ്റെ പിറകെ ഇങ്ങോട്ട് തന്നെ എത്തുന്നു. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ എന്തിനാ വെറുതെ ആ സീനെ എന്നെ വെച്ചപ്പോഴും ഇങ്ങനെ സംശയിക്കുന്നത്, ജലസ് അടിക്കുന്നത്? അതാ എൻ്റെ പ്രോബ്ലം. അവൻ്റെ ഫ്രണ്ടാന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അപ്പം നിനക്ക് അറിയായിരുന്നു ഞാൻ വീട്ടിലോട്ട് തന്നെ വരുമെന്ന് അല്ലേ? നീ ഇരുന്ന് ഞെരുവരി കൊള്ളാതെ. ജലസ് ഉണ്ട്, അത് സമ്മതിക്കുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല, പ്രത്യേകിച്ച് നിൻ്റെ മുമ്പേ. അത് നിന്നെ ഒരുപാട് ഇഷ്ടമായോണ്ടല്ലേ? അല്ല, നമുക്ക് കെട്ടണ്ടേ? ഇങ്ങനെ അവിടെ കൊച്ചി ഇങ്ങനെ പൈങ്കിളി പ്രേമം കാണിച്ച് എന്നും ഇങ്ങനെ സെക്സൊക്കെ ചെയ്ത് നടന്നാൽ മതിയോ? ആര് ചെയ്യാൻ പോന്നു? ഞാനൊന്നും ചെയ്തില്ല. അങ്കി, നീ മിണ്ടാതിരുന്നോണം. ശരിക്കും ഞാൻ മിണ്ടായിരിക്കണോ? ശരിക്കും ഞാൻ മിണ്ടായിരിക്കണമെങ്കിൽ നീ ഒരു കിസ് ചെയ്യാം. ഞാൻ മിണ്ടാതിരുന്നോളാം നിൻ്റെ അടുത്ത്. എത്ര നേരം വേണമായിരിക്കാം. എൻ്റെ ദൈവമേ, ഞാൻ ചെയ്താലും അവനെ വെറുതെ വിടത്തില്ല, ചെയ്തില്ലെങ്കിലും വെറുതെ വിടത്തില്ല, ഉറപ്പ്. ഞാൻ തരാം, പക്ഷെ തരാം. ഹാ, എന്നാത്താ? എന്താ തരുന്നില്ലേ? താടാ. ഹാ, നീ ഒരുപാട് നേരമായി വന്നിട്ട്. വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞോടാ? ഇല്ലല്ല, ഇനി മുഷിഞ്ഞാലും സാരമില്ല, നിന്നെ വെയിറ്റ് ചെയ്തല്ലേ. നിൻ്റെ ഫോണ് കയ്യിലില്ലേ? ഞാൻ ഒരുപാട് വിളിച്ചു, ഒരുപാട് മെസ്സേജ് അയച്ചു. ഞാൻ വിചാരിച്ചു നീ മനഃപൂർവ്വം എനിക്ക് റിപ്ലൈ തരാത്ത എന്നെ അവോയ്ഡ് ചെയ്യുമെന്ന്. ഓ, അപ്പം അതാണ് ഈ വരക്കത്തിൻ്റെ ഉദ്ദേശം, അല്ലാതെ എന്നെ കാണണമെന്ന് തോന്നിയിട്ട് വന്നതല്ല. നീ അങ്ങ് ആകെ വല്ലാണ്ടായിപ്പോയല്ലോ. ഫോണ് വാപ്പ മരിച്ച പിന്നെ ഞാനങ്ങ് മാറ്റി വെച്ചടാ. അധികം എടുക്കാറൊന്നുമില്ല, അതുകൊണ്ടാണ് കാണാത്തത്. പിന്നെ ആരും വിളിക്കാനില്ലാത്തതുകൊണ്ട് കുറേ ദിവസം നോക്കി ആരെയിൽ വിളിക്കുമെന്ന്. അന്നേരമൊന്നും നീയും വിളിച്ചില്ല. പിന്നെ ഞാനങ്ങ് എടുത്ത് മാറ്റി. വീട്ടിലുണ്ട്, ഉപയോഗിക്കാറൊന്നുമില്ല. നിനക്ക് സുഖമല്ലേ? എല്ലാവരും കിച്ചു അവനിപ്പോൾ ഓക്കെ അല്ലേ? അവൻ അന്നത്തേന് ശേഷം ഓക്കെയാടാ, പഴയതുപോലെയൊന്നുമല്ല. ചെറുതായിട്ട് വാളിത്തരമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എല്ലാം മാറി, നല്ല സ്മാർട്ടായി. ഇടയ്ക്ക് നിൻ്റെ കാര്യമൊക്കെ ഇരുന്ന് പറയും, ആസിയേട്ടനെ കാണാൻ പോകണമെന്നൊക്കെ. പിന്നെ അച്ഛനൊന്ന് കുത്തൊക്കെ കിട്ടി ആകെ തിരക്കായി പോയടാ. പിന്നെ AK ഗ്രൂപ്പ്സുമായിട്ട് കമ്പനിയുടെ കുറച്ച് പ്രോബ്ലംസ്,
അത് മൊത്തം വട്ടം കറങ്ങി കിടക്കുക. അതാ നിന്നെ ഒന്നൊന്ന് കാണാൻ പറ്റാത്തത്. പക്ഷെ ഞാൻ നിനക്ക് ഒരുപാട് മെസ്സേജൊക്കെ അയച്ചായിരുന്നു. നിൻ്റെ കയ്യിൽ ഫോണില്ല എന്നുള്ള കാര്യം ഇപ്പോഴല്ലേ അറിഞ്ഞേ. ഞാൻ വിചാരിച്ചു നീ എന്നെ അങ്ങ് തീർത്തും ഒഴിവാക്കിയെന്ന്. നിൻ്റെ വാപ്പായെ കൊന്നത് അവിടെ ഉള്ളവരാണല്ലോ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. അതും ഇതുമായിട്ട് എന്താടാ ബന്ധം? എൻ്റെ വാപ്പ കാണിച്ച നെറിയേടിനല്ലേ വാപ്പാക്ക് കിട്ടിയത്. അതും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. നിന്നോട് ഞാൻ എന്തിനല്ലെങ്കിൽ തന്നെ അകൽച്ച കാണിക്കുന്നത്? ഞാനും കുറച്ച് ബിസി ആയിപ്പോയി. ബാപ്പ മരിച്ചപ്പോൾ കമ്പനി കാര്യങ്ങൾ എല്ലാം ആയിട്ട്, പിന്നെ ഒരു കമ്പനി പൂട്ടി, അങ്ങനെ മൊത്തം കറക്കുമായിരുന്നു. അതാ ഞാനും കാണാനോ ഒന്നിനും നിൽക്കാത്തതും സമയം കിട്ടാത്തതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്കൊന്നുമില്ലടാ. പാപ്പ കാണിച്ചേനാ കിട്ടിയത്. ഞാനതിൻ്റെ പുറകെ നടക്കുമോ? ഒന്നുമില്ല. വിഷമമുണ്ടായിരുന്നു നിങ്ങളാരും വരാതായപ്പോൾ. പക്ഷെ പിന്നെ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. എന്തോന്നാലും ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്തല്ലേ പറ്റുമോ. അസി, നീ എന്നെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത്. ഐ എം റിയലി സോറി. നിൻ്റെ അടുത്ത് വേണ്ടൊരു സമയത്ത് ആസ് എ ഫ്രണ്ട് ഞാനില്ലായിരുന്നു. റിയലി സോറി. നിൻ്റെ കാല് പിടിച്ച് വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാം. എനിക്ക് എന്തെന്നറിയത്തില്ല. എനിക്കൊരു സമാധാനമില്ലായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. എന്നോടൊന്ന് ക്ഷമിക്കടാ പ്ലീസ്. ഹഗി, നീ ഇതെന്താ കാണിക്കുന്നേ? എടാ, ഹാസിക്ക് ആരുടെ ഒരു പ്രശ്നവും ഇല്ലടാ. എനിക്കെന്താടാ നിങ്ങളോടൊക്കെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. എടാ, നീ അന്നും ഇന്നും എനിക്കൊരുപോലെ തന്നെയാ. എൻ്റെ ഹഗി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതിനി ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും മാറാൻ പോകുന്നില്ല. നീ ഒരുമാതിരി ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യും പോലെ കാണിക്കരുത് കേട്ടല്ലോ. എടാ, വിട്ടുകളെടാ. ഇനി നിൻ്റെ മെസ്സേജും കോളൊക്കെ ഞാൻ എടുത്തോളാം, പോരെ? നിനക്ക് വേണ്ടി ഞാൻ ഫോൺ എടുക്കാൻ പോവാ കൈയുണ്ട്. മതിയോ? എടാ, നീ എന്നെ അങ്ങനെയാണോ കണ്ടേക്കുന്നത്? എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ട് പ്രതികാരം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോട് പിണങ്ങിയിരിക്കുന്ന ആ ടൈപ്പായിട്ട് അല്ല. എടാ, ഞാൻ അങ്ങനെയല്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം. അങ്ങനെയൊക്കെ കാണിക്കാനാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിക്കണ്ടായിരുന്നോ? എടാ, ഞാൻ പറഞ്ഞില്ലേ, കമ്പനിയിലാകെ ഡാമേജൊക്കെ ആയി തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ്, അല്ലാണ്ട് മനഃപൂർവ്വമല്ല. പിന്നെ ഫിദ അവളൊട്ടും ഓക്കെ അല്ലായിരുന്നു. മെൻ്റലി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാടാ. ഇനി നീ വിളിച്ചാലും മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ തരും, പോരെ? പഴയതുപോലെ നമ്മൾ കാണുകയും ചെയ്യും. ഇതുപോലെ നമ്മളെ പബ്ബിൽ. മതിയോ? മതി, അത് മതി. ഇത് കേട്ടാ മതി. എനിക്ക് അച്ഛനോട് പറഞ്ഞതാ, നീ നല്ലവനാന്ന്. അവന് ഒരുപാട് സന്തോഷവും ഞാനിത് പോയി പറയുമ്പോൾ. എന്നാൽ നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? ആ, അങ്ങനെ വഴിക്കുവാ. ഇതാണ് എൻ്റെ ആക്കി, എൻ്റെ ആ പഴയ ആക്കി. പിന്നെന്ത്, നമുക്ക് രണ്ടെണ്ണമല്ല, ഒരു 4 എണ്ണം അടിക്കാം, പോരെ? ബാ. ഹായ്, എന്തുവാടാ കാണണമെന്ന് പറഞ്ഞേ? നീ എന്തോ ഈ നോക്കുന്നേ? എന്താ, എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടോ? ചെറിയ മാറ്റമുണ്ട്. കുറച്ച് മെച്യൂർഡായ പോലെ തോന്നുക. അല്ല, അങ്കിളിന് സുഖമല്ലേ? ഓ, മെച്ചൂർഡ്. അത് കെട്ടിക്കഴിഞ്ഞപ്പം താനെ വന്നോളും. പപ്പയ്ക്ക് സുഖാടാ. ഇടയ്ക്കിടയ്ക്ക് നിന്റെ കാര്യം പറയും. നല്ല പയ്യനായിരുന്നു, എന്തിനാ പകുതിക്ക് പോയത് എന്നൊക്കെ. ആ, അതുകൊട്ടെ, നീ എന്താ ഇത്ര പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞത്? എന്നതാ കാര്യം? ഞാൻ കുറച്ച് കാര്യങ്ങൾ നിന്നോട് അങ്ങോട്ട് പറയാം. അതിൽ കൂടുതൽ എന്തെങ്കിലും നിനക്കറിയാമെങ്കിൽ നീ പറഞ്ഞാൽ മതി. എൻ്റെ ഒരു അറിവിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു. എന്നാലും നിനക്കവരെക്കുറിച്ച് കൂടുതലറിയാമെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് നിന്നെ തന്നെ വിളിച്ചത്. പിന്നെ നീ അല്ലാതെ ഈ നാട്ടിൽ എനിക്ക് വേറെ ഫ്രണ്ട്സും ഇല്ല. അങ്കിളിനെ പരിചയം വേണ്ടോളാണല്ലോ നിന്നെയും പരിചയമുള്ളത്. നിനക്ക് ഈ അങ്കിത് ശിവപ്രസാദ്, കാളിദാസ്, ആദം, സക്രിയ, ജോൺ ഇവരെയൊക്കെ അറിയായിരിക്കുമല്ലോ അല്ലേ? പിന്നെ പ്രത്യേകം നിന്നോട് ഇന്ദ്രജിത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അവരുടെ കമ്പനി, AK കമ്പനി, പിന്നെ അതിനെക്കുറിച്ച് നിനക്കറിയാൻ വഴി കാണത്തില്ല. എന്നാൽ അതൊരു പുതിയ അറിവായിക്കോട്ടെ. പിന്നെ ഏതാ, ശിവ ഗ്രൂപ്പ്സ്, ഇന്ദ്ര ഗ്രൂപ്പ്സ് ഒക്കെ.
ഈ അങ്കിത് ശിവപ്രസാദും കാളിദാസൊക്കെ ഒരു ടൈപ്പല്ലേ? അടിക്കാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന ടൈപ്പുകൾ. അതൊക്കെ അറിയാം. സ്വന്തം അനിയന് വേണ്ടി അനിയൻ്റെ ഭർത്താവിനെ വരെ കുത്തി വീഴ്ത്തിയവൻ. അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാം. പിന്നെ നിൻ്റെ കാര്യങ്ങളും. ഇതിൽ കൂടുതലല്ലാതെ എന്തെങ്കിലും നിനക്കറിയോ? അതിൽ കൂടുതലും എനിക്കറിയാം. അല്ല, നീ ഇതെന്തിനുള്ള പുറപ്പാടാ? അവരെ കയറി ചൊറിയാൻ പോവാണോ? അങ്ങനെയാണെങ്കിൽ വേണ്ട. എല്ലാവരും ഒന്നിനൊന്നിനും മിച്ചവാ. ആദ്യമായിരുന്നെങ്കിൽ കാളിദാസ്, അതായത് കിച്ചു. എന്നോട് ഭയങ്കര ഇഷ്ടം. ഞാൻ അവനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അവൻ ലിറ്റിൽ സ്പെഷ്യലായിരുന്നു, കുട്ടികളെയൊക്കെ പോലെ. ഇപ്പോൾ അവനും നേരെയായി. എന്നെ കാണാൻ എൻ്റെ വീട്ടിലൊക്കെ വരും, എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കും. ഇപ്പോഴും ആ സ്നേഹമൊക്കെ ഉണ്ട്. എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും അവൻ എന്നെ ഇന്നേ വരെ വെറുത്തിട്ടില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ, അവരത്രയും പേര് ഒരുമിച്ച് ചെയ്യുന്ന ഈ ലോകം തന്നെ നശിപ്പിക്കാൻ പറ്റും. ഇതിൽ കൂടുതൽ ഇനി വലുതായിട്ടൊന്നും പറയണ്ടല്ലോ അല്ലേ? അല്ല, ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്തിനാ? ദേ വംശി, നീ എന്തിനുള്ള പുറപ്പാടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്തിനായിരുന്നാലും സൂക്ഷ്യം കണ്ട് ചെയ്യുന്നത് നല്ലതാണേ. അവരോട് കളിക്കുമ്പോൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് കളിക്കും. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. അറിയാത്തോണ്ടല്ല പറഞ്ഞത്. ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ ഒറ്റയ്ക്കാണ്ട് ചിലപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാ. ഞാനെന്ത് ചെയ്യാൻ പോവാൻ അവരെയൊക്കെ? എനിക്കല്ലെങ്കിൽ എന്താ? ആ പരിപാടിയൊക്കെ ഞാൻ വിട്ടതല്ലേ. നിനക്കും അറിയാമെന്നുള്ളതല്ലേ ജെനി. എൻ്റെ പ്രാണനെയാണ് ഞാൻ അങ്ങോട്ട് വിടുന്നത്. അതുകൊണ്ടൊന്ന് തിരക്കിയെന്നേ ഉള്ളൂ. തിരക്കിയപ്പോൾ കൂടുതൽ അറിയാൻ പറ്റി, അത്രയേ ഉള്ളൂ. പിന്നെ നിന്നെ കണ്ടുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാതെ അധികം കൂടുതലൊന്നുമില്ലടി. പിന്നെ ശരി, ഞാൻ പോട്ടെ. ഞാൻ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കുടിച്ചിട്ട് പോയാൽ മതി. എനിക്ക് നേരത്തെ വീട്ടിൽ പോകണം. ഞാൻ അവനോട് ചെല്ലാമെന്ന് പറഞ്ഞു തരാം. വംശി, നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുക. എന്നാലും നീ എൻ്റെ ഫ്രണ്ടാ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം, അങ്ങോട്ടേക്ക് ഒന്നിനും പോകരുത്. ഒന്നിനും. നിൻ്റെ ഹസ്ബൻഡിനൊക്കെ സുഖമല്ലേ? ശരി.